മലബാറിലെ ശക്തി കേന്ദ്രങ്ങളിലെ ഇടത് തകർച്ച വിലയിരുത്താൻ CPIM നേതൃത്വം. UDF തരംഗം എന്തുകൊണ്ട് പാർട്ടിക്ക് തിരിച്ചറിയാനായില്ല എന്നതാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ചോദ്യം. CPM പരാജയ കാരണം ചർച്ച ചെയ്യാൻ ഉടൻ തന്നെ യോഗം ചേരും. ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സാധാരണഗതിയിലൊക്കെ പലപ്പോഴും വിലയിരുത്താറുള്ളത് പോലെ ജമാഅത്തെ ഇസ്ലാമി എന്തോ വർഗീയ ധ്രുവീകരണം, അല്ലെങ്കിൽ നമ്മുടെ KT ജലീലൊക്കെ പലപ്പോഴും പറയുന്ന പോലെ പല ഘടകങ്ങൾ, അതൊന്നും പറയാനുള്ള സ്കോപ്പ് യഥാർത്ഥത്തിലില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും അതിശക്തമായ എന്തോ ഒരു വികാരം, ഭരണവിരുദ്ധ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അതിൽ പയ്യന്നൂരും തളിപ്പറമ്പും പോലെയുള്ള ഒരിക്കലും ഇളകില്ല എന്ന് സ്വപ്നത്തിൽ പോലും പാർട്ടി പ്രവർത്തകർ കരുതുന്ന ഉറച്ച കോട്ടകൾ അടിമറിഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു. അപ്പോൾ എന്താണ് കൃത്യമായ സമയം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് UDF ധർമ്മടത്ത് പോലും അത്രയും റൗണ്ടുകൾ പിന്നിലായി പോയി എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് UDF തരംഗം തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന ചർച്ചകൾക്കപ്പുറം തളിപ്പറമ്പിലും പയ്യന്നൂരിലും പാർട്ടി തോക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തകരെതിരായി വോട്ട് ചെയ്യണം, അല്ലേ ദീപക്? അപ്പോൾ അതിനടക്കമുള്ള ചർച്ചകൾ അവിടെ ഉണ്ടാവും, അല്ലേ? ആഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി സഖാക്കൾ തന്നെ പാർട്ടി ചിഹ്നത്തിനെതിരെ വോട്ട് ചെയ്തു എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തളിപ്പറമ്പിലെ പരാജയമാണ്. തളിപ്പറമ്പിൽ 1970 ശേഷം, അന്ന് CK ഗോവിന്ദൻ നമ്പ്യാർ വിജയിച്ചതിന് ശേഷം ഇതുവരെ അവിടെ CPIM അല്ലാതെ വിജയിച്ചിട്ടില്ല. അത്തരമൊരു മണ്ഡലത്തിലാണ് പാർട്ടി സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം MV ഗോവിന്ദൻ മാസ്റ്ററുടെ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിലാണ് ഭാര്യ മത്സരിക്കുന്നു. PK ശ്യാമള മഹിളാ അസോസിയേഷൻ്റെ പ്രധാന നേതാവാണ്. പക്ഷേ അമ്പയെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ TK ഗോവിന്ദനോടാണ്. അതായത് സാധാരണഗതിയിൽ പാർട്ടിയെ വെല്ലുവിളിച്ച് കണ്ണൂരിൽ നിന്നും ഒരാൾ പുറത്തുപോയാൽ അയാൾക്ക് പിന്നെ കണ്ണൂരിൽ നിന്നും ജയിക്കാനാകാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ MV രാഘവൻ്റെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. തെക്കൻ കേരളത്തിൽ പോയി മത്സരിക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ എന്നാൽ 2 പരാജയങ്ങൾ, അത് പ്രത്യേകിച്ച് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഈ രക്തസാക്ഷി ഫണ്ടിൽ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരു വിജയം. അത് അദ്ദേഹം തന്നെ 24 പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായ വിജയത്തിൻ്റെ സൂചനകൾ പാർട്ടി കുടുംബങ്ങൾ, അല്ലെങ്കിൽ പാർട്ടി മെമ്പർമാർക്കപ്പുറത്തേക്കുള്ള പാർട്ടി അനുഭാവികൾ, പാർട്ടി മെമ്പർമാർ പോലും പൂർണ്ണമായും പാർട്ടിക്ക് വോട്ട് ചെയ്തോ എന്നത് പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കണക്കുകൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. കാരണം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ, ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ ഇന്നലെ പരിശോധിച്ചതിൻ്റെ ചില വിവരങ്ങൾ നമുക്ക് പ്രാഥമികമായി കിട്ടിയിട്ടുണ്ട്. അതിൽ പാർട്ടി കുടുംബങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ വന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ണൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പരാജയം. മാത്രവുമല്ല, നമ്മൾ അഴീക്കോട് കനലൊരു തരി എന്തൊക്കെ പറയാവുന്ന രീതിയിൽ സുമേഷ് പിടിച്ചു നിന്നുവെങ്കിൽ പോലും വളരെ വോട്ട് ചോർച്ച അവിടെ സംഭവിച്ചിരിക്കുന്നു. ധർമ്മടം മണ്ഡലത്തിൽ എനിക്ക് പ്രാദേശികമായി അറിയാവുന്നതാണ്. വലിയ തോതിൽ ഇടതുപക്ഷ വോട്ട് ചോർന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് മാത്രമാണ് 19,000 ലീഡിലേക്ക് താഴോട്ട് പോകേണ്ടി വന്നത്. ആദ്യ റൗണ്ടുകൾ എണ്ണുമ്പോൾ ഒരിക്കലും പുറകിൽ പോകാത്ത പിണറായി വിജയൻ പുറകോട്ടേക്ക് പോയി എന്നുള്ളത് ഇടത് വോട്ടുകൾ, CPIM വോട്ടുകൾ, പാർട്ടി ഈ പറയുന്ന ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന പിഴവുകൾ, ഈ പറയുന്ന ധാർഷ്ട്യ സൂചനകളൊക്കെ വരുമ്പോഴൊക്കെ നമ്മുടെ ചർച്ചകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഈ ഒന്നാമത്തെ കാര്യം, ഈ സൈബർ അണികളെ നിയന്ത്രിക്കാൻ ഇനിയെങ്കിലും CPIM കഴിയുമോ എന്ന് ചോദ്യമുണ്ട്. കാര്യം അവർ കുറേയധികം വോട്ടർമാരെ വെറുപ്പിച്ചിട്ടുണ്ട്. ഒക്കെ തർക്കമില്ല. പിന്നെ നമ്മളെ വ്യക്തിപരമായി പറഞ്ഞ പോട്ടെ, അത് ഓക്കെ, ആ വിമർശനം കേൾക്കാൻ ബാധ്യതയുള്ളതുകൊണ്ടും അതുകൊണ്ടൊരു പ്രശ്നമില്ല, അതുകൊണ്ട് അത് പുരോഗമിക്കട്ടെ. പക്ഷേ ധർമ്മടത്ത് പിണറായിക്കെതിരെ പാർട്ടി പ്രവർത്തകൻ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്കകത്തെ ആ പാർട്ടി വിരുദ്ധ വികാരം എന്തുകൊണ്ട് പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊരു സുപ്രധാനമായ ചോദ്യമില്ലേ ദീപക്? ഇതാണ് ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പതിവ് രീതിയിൽ, അല്ലെങ്കിൽ പാർട്ടി അണികൾ, പാർട്ടിക്കൊപ്പം നിൽക്കുന്ന കുടുംബങ്ങൾ, ബഹുജനങ്ങൾ അകന്നുപോയി പാർട്ടിയിൽ നിന്നും ഇനി അടുക്കും എന്നുള്ള സാമ്പ്രദായിക രീതിയിലെ മറുപടിയിൽ ഇത് തീരില്ല. കാരണം വളരെ കൃത്യമായി പാർട്ടി സെക്രട്ടറി, ഇടതുമുന്നണി കൺവീനർ ഇവരെല്ലാം തന്നെ തലേ ദിവസവും, ആഷ്മി ഓർക്കുന്നുണ്ടാവും, ഇന്നലെ രാവിലെ ആഷ്മി ആങ്കർ ചെയ്യുമ്പോഴാണ് TP രാമകൃഷ്ണൻ ഞാനുമായി സംസാരിച്ച ഭാഗം പോകുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നു ന്യൂനപക്ഷ ധ്രുവീകരണം നടന്നിട്ടില്ല എന്നുള്ളത്. ഇനി ന്യൂനപക്ഷ ധ്രുവീകരണം നടന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാർട്ടിക്ക് ഇത് മനസ്സിലാവുന്നില്ല? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി അണികൾ ചോർന്നു പോകുന്നത് പാർട്ടിക്ക് വളരെ കൃത്യമായി ഘടകങ്ങളുള്ള ഓരോ വീട്ടിലെയും കാര്യങ്ങൾ 10 വീടുകൾക്ക് ഒരു പാർട്ടി അംഗത്തിൻ്റെ ചുമതല നൽകിക്കൊണ്ടാണ് കണ്ണൂരിലെ പാർട്ടി സംഘടനാ പ്രവർത്തനം. ആഷ്മിക്ക് അറിയുമോ എന്നറിയില്ല, കേരളത്തിലുള്ള മറ്റ് ജില്ലകളിലെ പോലെയല്ല. അതായത് ഒരു പാർട്ടി ബ്രാഞ്ചിലെ ഒരു അംഗത്തിന് 10 വീടിൻ്റെ ചുമതലയുണ്ട് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിൽ. അങ്ങനെ പാർട്ടി അംഗങ്ങൾക്ക് ചുമതല നൽകിയുള്ള ഒരു കേഡർ സംവിധാനം, സംഘടനാ സംവിധാനമുള്ള ഇടത്ത് പാർട്ടിക്ക് എന്തുകൊണ്ട് പാർട്ടിക്കകത്തെ വിരുദ്ധ വികാരം തിരിച്ചറിയാൻ പറ്റിയില്ല
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത്രയും വലിയൊരു UDF തരംഗം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷ പോളറൈസേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, സ്വാഭാവികമായും കണ്ണൂരിലെങ്കിലും അത് തിരിച്ചറിയാൻ, പ്രത്യേകിച്ചും പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. ഇവിടെയാണ് സംഘടനാപരമായ പരാജയം. ഏതായാലും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടറി, ഞാൻ അല്പം മുമ്പ് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് നാളെ പ്രാഥമികമായ ചർച്ചയാണ്, സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല, വിശദമായ ചർച്ച പിന്നീട് നടക്കുമെന്നുള്ളതാണ്. ഏതായാലും പ്രാഥമികമായി പാർട്ടി അണികൾ പാർട്ടിയിൽ നിന്നും അകലുന്നു എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പറയാവുന്നത്. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ. ചന്ദ്രൻചിറയിൽ പറയുന്നു, അണികൾ നേതൃത്വത്തെ തിരുത്തിക്കാനാണ് അവർ ഹോച്ചിമിൻ പറഞ്ഞ ആ തോക്ക് ഉപയോഗിച്ചത്, വോട്ട് കൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇത് എന്താ കേരളം ബംഗാളാവുന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് തിരുത്തുണ്ടാവണം. ഈ പറയുന്ന രീതിയിൽ വിമർശിക്കുന്നവരെയൊക്കെ എന്താണ് പാർട്ടിയെ നശിപ്പിക്കാൻ ഇറങ്ങിയ വർഗ വഞ്ചകർ, ശത്രുക്കൾ എന്നൊക്കെയുള്ള ചാപ്പയടിച്ചു കൊടുക്കാതെ അവർ പറയുന്ന വല്ല കഥയുണ്ടോ എന്ന് നോക്കാനും തിരുത്താനും അതിശക്തമായി തിരിച്ചു വരാനുള്ള കരുത്ത് ജൈവികമായി തന്നെ CPM നുള്ളതാണ്. പണ്ട് നേരത്തെയുള്ള CPM ന് ഇപ്പോഴും അതിനുള്ള ശക്തി, അതിൻ്റെ ആ ആന്തരിക ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ധാരണ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ അല്ലേ? ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.